പനഞ്ചമ്മി അങ്ങനെയായിരിക്കില്ല, അതാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, പഞ്ചമിക്ക് ചേച്ചിന്റെ മക്കളോട് മാത്രം ഇഷ്ടം. ഒരു ഭർത്താവിന് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു പെൺകുട്ടി ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. പറഞ്ഞാൽ മരുമോളുടെ സ്വഭാവം ഇതാണല്ലേ. പക്ഷെ നമ്മുടെ ഫാമിലി വിട്ടിട്ടായിരുന്നു തോന്നും ആദ്യം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്. ഇതുകൊണ്ട് അവള് രാത്രി ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് വിളിക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളുടെ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ തവണയും നമ്മൾ നമ്മുടെ അച്ഛൻ കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ ആയിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്താ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും കുറെ ഐറ്റംസ് സമയം 9 അല്ലേ? ഇപ്പൊ 9 മണി. നമുക്ക് ഇവിടെ പണിയൊന്നുമില്ല, ഷൂട്ടിംഗ് ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോഴേക്കും രാവിലെ ഇവരുടെ ഡാഡി ചെയ്ത കാര്യങ്ങൾ കാണിച്ചത് ഞാൻ. ഓക്കെ, അപ്പൊ രാവിലെ തന്നെ ഒരു ഇത് എന്റെ ഫ്ലൈറ്റ് നോക്കണുണ്ട്. ഞാൻ രാവിലെ മാത്രം നല്ല ഭക്ഷണം കഴിക്കുള്ളൂ, പിന്നെ വളരെ കുറവാണ്. അപ്പൊ അത് സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഉപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇളവൻ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു ഇളവൻ ഇത്ര വലുത് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് വീട്ടിലെ കയ്പയാണ്. പിന്നെ കുറച്ച് എന്താണ് കൂട്ടുകറി, അവിയല് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും സാധനങ്ങൾ രാവിലെ. അതിന്റെ കുറെ ചോറും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സുഖം തന്നെ ഇവിടെ അല്ലേ? നല്ല സുഖം, അടിപൊളി. ഒന്നും ചെയ്യണ്ട, കൈ കഴുകി ഇരുന്നാൽ മാത്രം മതി. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഡാഡി അവര് വരികയാണെങ്കിൽ അവരെന്നെ അടിക്കും തുടക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകും. നല്ല സുഖമല്ല. അല്ല അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വയസ്സാം കാലത്ത് നോക്കണം കേട്ടോ, അത്രയും കെയർ ചെയ്ത് നമ്മൾക്ക് വേണ്ടി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായാലും നോക്കൂട്ടോ. പിന്നെ പറഞ്ഞു തന്നത് അമ്മയ്ക്ക് ഇപ്പൊ ഇത്തിരി കുഴപ്പമില്ല, കണ്ണൊക്കെ ഏകദേശം കുറച്ച് കുഴപ്പമില്ല. അപ്പൊ അമ്മയും കൂടി സഹായിച്ചിട്ടതാ ഇത്രയും ഐറ്റംസ് ഒക്കെ ആയിട്ട് രാവിലെ 8 മണിയാകുമ്പോഴേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ കഴിക്കാൻ ലേറ്റ് ആയി, കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല വിശപ്പുണ്ട്. കുഞ്ഞൂസ് അവിടെ കേട്ടോ. കുഞ്ഞൂസ് ഇന്നലെ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് അവിടെ പോകണം പറഞ്ഞിട്ട് അച്ഛമാമന്റെ കൂടെ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി കിടന്ന് ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല പറഞ്ഞു. അച്ഛൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്ത പോലെ തന്നെ അല്ലെ, ഈ അച്ഛനമ്മയുള്ള കാലം പറഞ്ഞ സ്വർഗം തന്നെയായിരിക്കും കേട്ടോ. അത് ഭൂമിയിലുള്ള സ്വർഗം കാര്യം. അപ്പൊ നമ്മുടെ വനജമ്മയ്ക്ക് പല്ല് വേദന കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ആൾക്കാർ പരാതി വരുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് പോയിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യാം, പെട്ടെന്ന് തന്നെ പോവാട്ടോ. നമ്മള് പോകുന്നുണ്ട്. വേറെന്താണ് വിശേഷം ചോദിച്ചാല്? വേറെ അതന്നെ. അപ്പൊ അച്ഛനമ്മയും അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുമ്പോഴും എപ്പോഴും കുറെ കമന്റ്സ് ആയിരിക്കും. കാരണം അവരുള്ളപ്പോഴേ തന്നെയാണ് നല്ലത്. എത്ര ആങ്ങളമാരും നാത്തന്മാരും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, സ്നേഹമായിരിക്കും. പക്ഷെ അവരുള്ള കാലം പറഞ്ഞാൽ അത് വേറെ തന്നെയല്ലേ, എപ്പോഴും കയറി ചെല്ലുമ്പോ. അതെ, ഉണ്ടാവുമ്പോ അല്ലേ. അപ്പൊ സത്യത്തിൽ ഒരുപാട് ഇതന്നെ അല്ലേ. അപ്പൊ ഇതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മള് മെസ്സേജ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമുക്ക് സങ്കടം അല്ലേ. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്, അയ്യോ എനിക്ക് അച്ഛനമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ മിസ് ചെയ്തു, വീട്ടിലേക്ക് പോകാൻ തോന്നില്ല കാരണം. അതൊരു വേറൊരു. പിന്നെ വേറെന്താ പറയാനുള്ളത്? പിന്നെ നമ്മളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസ് ഡബിൾ റോളില് ചെയ്തു പെൺകുട്ടിയായിട്ട്. ഒരുപാട് ആൾക്കാർ 2-3 കൺസേൺ ഡബിൾ റോൾ വേറെ കിട്ടിയില്ല. വേറെ കിട്ടിയിരുന്നില്ല. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഡയലോഗ് പറയാൻ കിട്ടില്ല. വളരെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തത്. പക്ഷെ കുഞ്ഞൂസ് നമ്മുടെ കൂടെ തന്നെ കണ്ട് വളർന്നു. അവൻ നന്നായിട്ട് ഡയലോഗ് പറയട്ടെ. ഡയലോഗ് പറഞ്ഞു എന്താ എന്താ കിട്ടില്ല. പക്ഷെ അത് കിട്ടും, അവൻ ശ്രമിക്കും. അതായത് പിന്നെ കുഞ്ഞൂസെ ഇടയ്ക്കിടെ കുഞ്ഞൂസ് അവൻ തന്നെ വിളിക്കുന്നു പറഞ്ഞ ബോറാണ് പറഞ്ഞൊരു കമന്റ് തന്നെ. അത് കുഞ്ഞ് അങ്ങനെ തന്നെ സംസാരിക്കും കേട്ടോ. കുഞ്ഞി അങ്ങനെ ചെയ്തില്ല, അത് അവൻ അങ്ങനത്തെ ടോണാണ്. അത് രസമല്ലേ കേൾക്കാൻ അല്ലേ? അത് നല്ല രസമല്ലേ? എന്നാലും ഒരുപാട് അഭിപ്രായം കേട്ടിട്ടില്ല കുഞ്ഞ് നന്നായി ചെയ്തു, സൂപ്പറാണ് പറഞ്ഞിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മള് ബ്ലോഗിൽ പറഞ്ഞപ്പോഴാണ് പാറക്കുട്ടിയാണ്, ജ്വാൻ തന്നെയാണ്. ആണോ? അതാണ് മേക്കപ്പ് പാറ്റി എടുത്തിട്ട് ഒരു ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നല്ല രസം. പിന്നെ വേറെന്താണ്? പിന്നെ എല്ലാത്തിനും ഒരു എതിർവശം ഉണ്ടാവുമല്ലോ. മീൻസ് നമ്മൾ ഡബിൾ ക്യാരക്ടർ ചെയ്യുന്നത് അധികം പേർക്കും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പുറമേ ഒരാളിനെ വിളിക്കുമ്പോ വേറൊന്നുമല്ല, അവരിഷ്ടപ്പെടുന്നില്ല. പിന്നെ പുറമെ നാളെ ഒരു ടൈം പറ്റുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. പുതിയൊരാള് വന്നിട്ട് അഭിനയിക്കുമ്പോഴേ നമുക്ക് ഈ സമയത്ത് നമ്മളെ ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം നമ്മള് രാത്രി ചെയ്യും, ചിലപ്പോൾ പുലർച്ചെ 5 മണിക്ക്. ഒരുപാട് ആൾക്കാർ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റിയ ഒരാളെ അടുത്തൊക്കെ കിട്ടിയാണ് സോ. നമുക്ക് വരുന്നൊക്കെ ഭയങ്കര ലോങ് ആണ്. ഇവിടുന്ന് ഒരു 10-30-40 കിലോമീറ്റർ അപ്പുറമുള്ളവരൊക്കെയാണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ 2 മണിക്കൂർ. പിന്നെ ഫസ്റ്റ് തൊട്ട് അവരിനെ ഇതാക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് മാത്രം എടുക്കാത്തത് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് കാണുമ്പോൾ ഒരു സമയം ഉണ്ടല്ലോ അല്ലേ. നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങി ഷൂട്ടിങ് 8 മണി ചായ കുടിക്കും, പിന്നെ പുറത്തു പോകും, വരും വീട്. അപ്പൊ അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഒരു വൈകുന്നേരം വരെ നിൽക്കുന്ന അടുത്തൊക്കെയാണ് നമ്മൾ അവിടെ ഒരു കുട്ടിയില്ലായിരുന്നു, കുട്ടി സോലിഹ് ഉണ്ടായിരുന്നു സുഖം. അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. അവളെ എപ്പോ വിളിച്ചാലും വന്നുകൊണ്ടിരിക്കും. അതൊരു സുഖമായിരുന്നു.
പിന്നെ തന്നെ എന്തൊരു കമന്റ്സ് പിന്നെ നമ്മള് ഒരു അവിഹിതത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിന്റെ സ്നേഹം കിട്ടാതിരിക്കുമ്പോ ഭാര്യ അവിഹിതമൊക്കെ അങ്ങനത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല റെസ്പോൺസ് ഉള്ള വീഡിയോ ആണ്. അത് നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ക്ലൈമാക്സ് കാരണം നല്ലൊരു സാധനം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കൊടുക്കണം കേട്ടോ. അതല്ല റിപ്പീറ്റേഷൻ പറയരുത്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളത് 2-3 വർഷം ചെയ്തതാണ്. അപ്പൊ അതിന്റെ വേറെ രീതിയിലായിട്ട് ചെയ്തതാണ്. കാരണം ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. പിന്നെ നല്ല മെസ്സേജ് ആണത് അല്ലേ? അപ്പൊ അതിലൊരു കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നക്കുട്ടി എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പേര്. പണ്ട് ഞാൻ വർഷത്തിൽ ഒരിക്കൽ പപ്പ തുണി എടുത്തുകൊണ്ട് തരും. ഞങ്ങൾ തുണി മാറി നിന്ന് ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് പോവും പപ്പ. എന്നിട്ട് മമ്മി ഞങ്ങൾ 3 മക്കളും ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കും. പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വരിക. എന്നിട്ട് രാത്രി അടുത്ത ബസ്സിന് പോവാ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ കാത്തിരിക്കും. കുടിച്ചിട്ടൊക്കെ വരും പപ്പ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ ഒരു ബാല്യം ഇപ്പോഴും സങ്കടം തന്നെയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പോ. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ഇന്ന് ഞാൻ ഒരു രാജാവിന്റെ ഒപ്പം രാജ്ഞിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ്. കാരണം അതുപോലത്തെ ഒരു ഭർത്താവിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പെൺകുട്ടി ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. കാരണം നമ്മുടെ വീട്ടില് അച്ഛനെ അതൊക്കെ കണ്ടിട്ടായിരിക്കില്ല നമ്മൾ വളരുക. അപ്പൊ ആ ഒരു സങ്കടം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് അവിടെ നല്ലൊരു ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഏട്ടന്റെ അഭിപ്രായം എന്തായാലും? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഭർത്താക്കന്മാരെ കെയർ ചെയ്യാത്തോണ്ടല്ലോ അല്ലേ? അല്ല, അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. നമുക്ക് അതില് കമന്റ്സ് കാണുമ്പോൾ അറിയാലോ എപ്പോഴും. അതാണ് അതിന് കമന്റ്സ് ഒരുപാടുണ്ട്. എന്റെ ഭർത്താവിന്റെ കഥയാണ്, എന്റെ കഥയാണ് പറഞ്ഞിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയാ അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ തന്നെയാണ് ഒരാള് ആരൊക്കെയോ സ്വയം തന്നെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതെ, സ്വയം തന്നെ മെസ്സേജ്, പിന്നെ കണ്ണാടി നോക്കി സംസാരിക്കുക, അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് വെറുതെയാണെന്ന്. പക്ഷെ ഇതിന് അത്രയും ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ തന്നെയാണെന്ന്. അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. രാവിലെ ഭർത്താവ് പോകും, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ നമ്മൾ ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക്, അവർ വന്ന് സംസാരിക്കാനും സമയമില്ല. ഫുൾ ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, ഡ്രിങ്ക് ചെയ്തിട്ട് വരിക, പിന്നെ കിടന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇതാവില്ല. എന്താ പറയാ, നമുക്ക് ഒരാളെ സംസാരിക്കാനില്ല. അപ്പൊ പിന്നെ അതിൻ്റെ ചെയ്യുക, ചിലപ്പോൾ വീട്ടിലുള്ള പട്ടിയോ പൂച്ചയോ അതിൻ്റെ അടുത്തൊക്കെ ഏറ്റവും സംസാരിക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാക്കും. മക്കള് സ്കൂളിലൊക്കെ പോയി എന്താക്കും, നമ്മൾ ഒറ്റ ഒരു ലൈഫാണോ അതൊക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കാതെ അങ്ങനത്തുള്ള ആളുകൾ കല്യാണം കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരനെ വെച്ചോളൂ. സത്യം പറഞ്ഞാൽ അങ്ങനത്തുള്ള ആളുകൾ കല്യാണം കഴിക്കാതിരിക്കുന്നതന്നെ നല്ലത്. എന്തിനാ വെറുതെ ഒരു പെൺകുട്ടിയുടെ ശാപം നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നത്? നമുക്ക് പറ്റില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ് ആണ്, അവരെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഭാര്യനോട് വളരെ ടൈം കുറച്ചാ നിൽക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിന്റെ ജീവിതം കളയാതിരിക്കുക. കാരണം കല്യാണം കഴിച്ചാൽ അവർക്ക് നമ്മൾ മാത്രമാണ് ഒരു ലോകം. നമുക്ക് അവരുടെ കൂടെ തീരെ നിൽക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഒക്കെ വേണം. എനിക്ക് അടിപൊളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രണ്ട്സ്. നമുക്കത് ഓക്കെ. അപ്പൊ എന്താ പറയാ, എല്ലാം വേണം. പക്ഷെ നമ്മുടെ ഫാമിലി വിട്ടിട്ടായിരുന്നു ആദ്യം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം ഉള്ളത്. ഇല്ല, എത്ര കമന്റ്സ് ഉണ്ട്, ഫുൾ ഫ്രണ്ട്സ് പറഞ്ഞ നടക്കുക, അവരോട് സംസാരിക്കാൻ ഇല്ല, ഒരു കാര്യം അറിയില്ല. അവരുടെ പീരീഡ്സ് എപ്പോഴാണോ, പീരീഡ്സ് സത്യം പറഞ്ഞാൽ പീരീഡ്സിന്റെ പെയിൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ഭർത്താക്കന്മാരില്ല. എന്തൊക്കെയാണ് സഹിക്കുന്നത്. സച്ചിൻ ഇന്നലെ പെയിൻ ആയിരുന്നു അല്ലേ, ഭയങ്കര പെയിൻ ആയിരുന്നു. രാത്രി മുഴുവൻ ഏകദേശം കുറെ നേരം കാലൊഴിഞ്ഞു കൊടുത്ത്, എന്നാലും കാലിന് ഭയങ്കര കിടച്ചിലായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. പക്ഷെ പിന്നെ വെറുതെ ഒരു കല്യാണം കഴിച്ചിട്ട് പേരിന് കല്യാണം കഴിച്ചിട്ട് കല്യാണം 10-30 വയസ്സായി എനിക്കും കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കഴിക്കാതിരിക്കരുത്. കല്യാണം കഴിച്ചിട്ടും ജീവിച്ചു പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ലത്. വെറുതെ ഒരു നന്നായിട്ട് നോക്കുക. കാരണം ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന അവരല്ലേ. ഫ്രണ്ട്സ് നല്ല തന്നെയാണ്, നല്ല കാര്യം. കാരണം നല്ല ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞ ജീവിതത്തിൽ മാറ്റം വരും. എനിക്കൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അതും പറഞ്ഞിട്ട് ഫുൾ ടൈം അവരെന്നെ ആകുന്ന പിന്നെ എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ച്, ഭാര്യമാർ എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ച് അല്ലേ? അവർ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ അവിടെ. അവർക്ക് പുറത്ത് അവരുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ കുറച്ച് ഭയങ്കര ഫ്രീഡം ഉണ്ട്. അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, നെയ്ബേഴ്സ് ഉണ്ടാവും, അവരുടെ ഫ്രണ്ടും ഉണ്ടാവും. ഇതൊന്നും അല്ലാണ്ട് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു ജയിലിൽ അടയ്ക്കുന്ന പോലെയല്ലേ ചെയ്യാം. അവർക്ക് അവിടെ പുറത്തിറങ്ങാൻ പറ്റും, എന്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഒന്ന് മാറാൻ ശ്രമിക്കുക അല്ലെ, മനസ്സിലാക്കുക, ഭാര്യമാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഈ വീഡിയോ മറ്റേ ഭർത്താവിനെ കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ കുറെ പറയാന്ന് വിചാരിക്കുന്നത് അവിഹിതം. പിന്നെ ഒരുപാട് പെൺകുട്ടികള് അവിഹിതം നമ്മൾ എപ്പോഴും കേൾക്കല്ലോ, മറ്റുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി, കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും 100% ആൾക്കാരും പെണ്ണിനല്ലേ കുറ്റം പറയുള്ളൂ. എല്ലാവരും, ഈവൻ ഞാനടക്കം പെട്ടെന്ന് എന്ത് പണിയായ പെണ്ണ് ചെയ്തത് അല്ലെ. ഒരു പെണ്ണിനെയും കൊണ്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം ഭർത്താവിനെ വിട്ട് വേറൊരാളെ കൂടെ ഒളിച്ചോടി പോകുമ്പോൾ എത്ര ഏതെങ്കിലും, പക്ഷെ അതിപ്പോ 2 തരത്തിലുണ്ടാവും. അല്ലെങ്കിൽ പെൺകുട്ടി അത്രയും മോശമായിട്ട് അവൻ ഒളിച്ചോടിപ്പന്ന, അത് വളരെ 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 റയർ ആയിരിക്കും. പക്ഷെ എന്തായാലും എന്ത് ചെയ്താലും അതിന് കുറ്റം
ഒരിക്കലും ആണിനെ പറയില്ല നീ നന്നാടാ, അവന്റെ സ്വഭാവം എല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ അതിന്റെ അവസ്ഥയാണ്, ഒരു ചെറിയ പൊടി കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിനെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകണമെങ്കിൽ അവളുടെ മാനസികാവസ്ഥ അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം അത്രയും ദ്രോഹിച്ചിട്ടുണ്ടാവും. ഒന്നാമത് ഒരു ഇതുണ്ടാവില്ല, ഒരാൾ ഒരു ഇതും കൊടുക്കുന്നുണ്ടല്ലോ, ഭാര്യയ്ക്ക് ഒരു ഇതും കൊടുക്കുന്നുണ്ടാവില്ല, ഒരു പേരിന് ഒരു ഭാര്യ. അപ്പൊ അവളോട് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നിനും ഒരാളില്ല. ആ ഒരു സമയത്ത് ഒരു മൈൻഡ് അങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മെസ്സേജ് അയക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഓൾറെഡി മാറിപ്പോകും. ഒരു പരിധി വരെ നമ്മൾ ക്ഷമിക്കും. അതും കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നമുക്ക് ഒരു ഭർത്താവില്ല, ഭർത്താവ് ഒരു പേരിന് ഭർത്താവ് വെറുതെ വരിക, കള്ളുകുടിച്ച് വരിക, ഒന്നിനും ഇല്ലാണ്ട് വിട്ടാണ് പോകും. നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കരതായി, എന്താ ചേച്ചി ഭക്ഷണം കഴിച്ചോ, അങ്ങനെ തന്നെ ചോദിച്ചാൽ വേറെ ഒന്നും എന്താ ചേച്ചി നിങ്ങൾക്ക് സുഖമാണോ, എന്തായാലും അപ്പൊ നമ്മൾക്ക് ആകെ മാറിപ്പോകും. അത് ചിലവർ ചതിയിൽ വീഴുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല, അവര് അങ്ങനെ പെട്ട് കിടക്കായിരിക്കും അല്ലെ, ഒരാളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പെട്ടെടുക്കുക. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചേച്ചി സുഖമാണ് ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ ഇവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവര് മാറിപ്പോവാണ്, ഇവര് മനസ്സ് മാറിപ്പോവാണ്. അത് എത്ര സ്ട്രോങ് ആയാലും അവരങ്ങനെ മാറിപ്പോവാണ് അല്ലേ ചിലവര്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവർക്ക് വേറൊരു ആസനാവും, ഇയാളുടെ കൂടെ പോയാൽ ചിലപ്പോൾ എന്റെ ജീവിതം മാറാൻ പറ്റും, അങ്ങനെ പാവാണ്, പെട്ടുപോവാണ്. അതിലൊരിക്കലും ആ പെൺകുട്ടികൾ തെറ്റ് പറയരുത്. കാരണം അവര് ഇല്ല, അവരുടെ ലൈഫ് ഒരു ട്രോമ എന്താ പറയുക, അതിൽ പെട്ടുപോയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് ആ ഒരു ആണിനെയാണ് കുറ്റം പറയേണ്ടത് ശരിക്കും അല്ലെ. നല്ല ഒരു നന്നായി നോക്കി ഭാര്യന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവള് പോവാണെങ്കിൽ ഓക്കെ പറയാൻ പറ്റില്ല. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ കൊണ്ട് വേറൊരാളോട് ഒളിച്ചു കൊടുക്കുമ്പോൾ ആ ഗതികേട് നമ്മൾ ആലോചിക്കണം. ശരിക്കും ആ ഭർത്താവ് പോരായ്മയാണ് കൂടുതൽ. പക്ഷെ ആരും പറയാറില്ല കേട്ടോ, എല്ലാവരും സ്നേഹിക്കുന്ന ആരെങ്കിലും വേറൊരു, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു അങ്ങനെ പോവോ, ചിലര് പോകുന്നുണ്ടാവും, അത് വളരെ റയർ ആയിരിക്കും, അത്രയും റയർ ആയിരിക്കും. അല്ലാണ്ട് ഒരു ജീവിതങ്ങളിൽ അവർക്ക് അറിയാലോ പിന്നീട് ജീവിതം ഇല്ലാന്ന് അറിയാലോ. കാരണം ഭർത്താവ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വേറെ ആളും കൂടെ പോയാൽ പിന്നെ അവർക്ക് ജീവിതം ഇല്ലാന്ന് അറിയാം, നാട്ടുകാർ എങ്ങനെ കാണുന്നറിയാം. എന്നിട്ടും അവിടെ ഒരു പോകുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ഇതില്ല, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ഗതികേട് കൊണ്ടാ പോകുന്നത്. പക്ഷെ നമ്മള് സമൂഹം മുഴുവൻ കുറ്റപ്പെടുന്ന അവളെ ആയിരിക്കും അല്ലെ, എന്ത് പെണ്ണാണ് അത്രയാണ് ഇത്രയാണ് ഗതികേട് വലിച്ച് വാരിക്കളി. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് ബാക്കിലൊരു കഥയുണ്ട്, അത് ആരും ചിന്തിക്കാറില്ല. പക്ഷെ നമ്മളത് ചെയ്യാറില്ല, ചെയ്ത് നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും വരികയെന്ന് എനിക്കറിയാം. കാരണം അങ്ങനത്തുള്ള പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഫുൾ നെഗറ്റീവ് വരും. അതുകൊണ്ട് ഞാൻ കുറെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട്, അത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോഴും ഭർത്താവ് ഹീറോ ആയിരിക്കും അല്ലെ, അപ്പോഴും ഭർത്താവ് ഹീറോ ആയിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ അന്ന് ഞങ്ങളുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് പുറത്തു പോയാലും ഞാൻ വിളിക്കില്ല എന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. നേരെ വളച്ചൊടിച്ച് ഞാൻ എനിക്ക് അഭിനയിതുകൊണ്ട് അവള് രാത്രി ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് അത് പിന്നെ കുഴപ്പമില്ല, അങ്ങനത്തെ ആൾക്കാർ നമുക്ക് റിപ്ലൈ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. അതെന്താ പറയാ, അതെ നമ്മള് പോസിറ്റീവ് മാത്രം എടുക്കുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മാത്രം. അത് തന്നെ വേറൊരു ചേച്ചി ആ നമ്മുടെ മെയിൻ വീഡിയോനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ കുറെ എക്സ്പ്രഷൻ ഇട്ട് അവര് വേറൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അല്ല, അത് നമ്മൾക്കൊന്നും പറഞ്ഞില്ല, നമ്മൾ ചിരിച്ചോളൂ കേട്ടോ, ഞാനൊന്നും ചെയ്തില്ല. നമ്മുടെ വീഡിയോ എടുത്തിട്ട് അവരാണ്ട് ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതെ, ഈ ഭാര്യ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര എന്താണ് പൊങ്ങച്ചായിട്ട് എടുക്കുകയാണ്, ഭാര്യന് എന്തോ വലിയ എന്താണ് മഹതിയായിട്ട് കാണുകയാണ്, അവള് ശരിക്കും അവഹിതമാണ് അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല എനിക്കാകെ. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ആക്ച്വലി നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ഭാര്യ ഇങ്ങനെ വിളിച്ച് വർപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കാൻ പോരായ്മ കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ സച്ചിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു, ആഴ്ചയിൽ 6 ദിവസം അവളെ കൂടെ നോക്കുന്നു, എല്ലാ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും, പുറത്തു പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, എല്ലാം അടിച്ചു പഠിച്ചു. പിന്നെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഫ്രണ്ട്സിന്റെ കൂടെ റയറാണ്. ഇപ്പൊ ഒരു മാസമല്ല 2-3 മാസമായി. അപ്പൊ 1, 2, 3 മാസം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പോയിട്ട് അടിച്ച് പൊളിക്കാറുണ്ട്. ഇപ്പൊ അതും ഇല്ലാണ്ടായി. ഞങ്ങളെ ഇടയ്ക്ക് വയനാട് കാറൊക്കെ എടുത്ത് പോയി പാട്ടൊക്കെ പാടി വരും. അന്നേരം ഒന്നും വിളിച്ച് വെറുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് എന്റെ കൂടെ ഉള്ളവർക്ക് എങ്ങനെയേ പോകുന്നത്, എന്തിനാ പരിപാടിയാണ്. കാരണം അവര് തലേന്നും അതിന്റെ പിറ്റേന്നൊക്കെ ഫുള്ള് പുറത്താണ്, എപ്പോഴും പുറത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം പറഞ്ഞത്. കാരണം അവരെ ഭാര്യയും കൂടിയിട്ട് എന്റെ ഫ്രണ്ട്സിന് തന്നെ പറയുന്നുണ്ടോ, എന്റെ ഫ്രണ്ട്സിന് തന്നെ ഞാൻ അവരോട് നേരിട്ട് പറയുന്ന കാര്യമാണ്. അതായത് അവര് ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ സിനിമയ്ക്കും ഇടയ്ക്ക് ബീച്ചിലും അവർക്ക് കൂടുതൽ സമയം കൊടുത്താൽ, ഇതിപ്പോ ജോലിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്ഥലമുണ്ട്, നേരെ അങ്ങോട്ടാ വരിക. അങ്ങോട്ട് വന്നിട്ട് പിന്നെ 10, 11, 12 മണിക്കാ പോവാം ആ ദിവസം. അതാകുമ്പോ ആ ഭാര്യമാരും വർപ്പിക്കില്ലേ. പിന്നെ ആ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോ അപ്പൊ ദേഷ്യം വരും. ഇത് ഞാൻ ചെയ്യുന്നത് ഫുൾ ടൈം എന്റെ ഭാര്യന്റെ കൂടെ നിന്ന് 1-2 മാസം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങള് ഫുള്ള് പുറത്തും ട്രിപ്പ് ചെയ്തിട്ട്
ഒരു സിനിമ ഇറങ്ങിയ റിലീസ് ദിവസം ഞങ്ങൾ 3 ആള് പോകും. അത് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും സിനിമ ഞാൻ ഭ്രാന്തനാണ്. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങളും കുഞ്ഞൂസും ഞാനിപ്പോ അങ്ങനെയായി പോയി. ആദ്യമൊന്നും അങ്ങനെ സിനിമ കാണാത്ത ആൾക്കാരായിരുന്നു. എന്റെ തായ അല്ലേ, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നത്. ഞങ്ങൾ കളങ്കാവലി കണ്ടു റിലീസ് ഡേ. എല്ലാം ഇനിയിപ്പോ അവതാർ കാണണം ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ചെയ്തായിരിക്കും എല്ലാം റിലീസ് ചെയ്ത്. ഏട്ടന് മറന്നത് ഞാൻ വേഗം പോയിട്ട് ബുക്ക് ചെയ്തു പോണ്ടേ അറിയും. ശരി, അങ്ങനെ എത്ര തിരക്കുണ്ടെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്താല് പിന്നെ ഞാൻ ആ ട്രിപ്പിന് പോകുമ്പോൾ അവളെ എന്നെ വിളിച്ചു പറപ്പിക്കില്ല. കാരണം എന്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ടുണ്ട്, മതി 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 പോയിട്ട് അത്ര നേരെ വാ വാണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു എന്ത് ഭാര്യണ്ട. അതാ ഞാൻ പറഞ്ഞത്. അന്നേരം ഭാര്യനെ കുറ്റം പറയാം എല്ലാവരും. കണ്ടല്ലേ, അന്നേരം എന്നോട് പറയാം എന്റെ ഭാര്യ അങ്ങനെ വിളിച്ച് പഠിപ്പിക്കല്ല. അവൾക്കറിയാം ഞാൻ പോയ പാർട്ടി അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ. അന്നേരം ഏട്ടാ എന്താ, അവൾക്കറിയാം ഞാൻ വയനാടാ പോകുന്നത്. വിളിക്കില്ല പറഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഇടയ്ക്ക്. ഓരോ 5 മിനിറ്റ് 10 അരമണിക്കൂർ ആകുമ്പോ ഏട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. കാരണം എനിക്ക് നമ്മൾ എപ്പോഴും ഒരുമിച്ചല്ലേ. പെട്ടെന്ന് ഞാൻ നിന്നെയൊക്കെ വിട്ടുത്തരം നിൽക്കുമ്പോൾ നിന്നെയും കുഞ്ഞിനൊക്കെ വിട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടയ്ക്കൊക്കെ കാണാൻ തോന്നും. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിച്ചത് കുഞ്ഞോടെ ഞാൻ വിളിച്ചു വയ്ക്കും. അല്ലാണ്ട് ഇവിടെ ഒരിക്കലും വിളിച്ച് പഠിപ്പിക്കില്ല. എന്താണ് ഞാൻ അതോ ഉദ്ദേശിച്ചത്. ഞാൻ വൈകുമ്പോ എന്താ അങ്ങനെ കാര്യത്തിന് മാത്രമേ വിളിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ തുരുതുരാ വിളിച്ച് എവിടെ എത്തി, എന്ത് ചെയ്യണം ഇപ്പൊ എവിടെയാണ്, അങ്ങനെ ചില ആൾക്കാരില്ലേ ഒരു CCTV പോലെ, അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതല്ല എവിടെ എത്തി മതി പറഞ്ഞ് വെറുപ്പിക്കില്ല എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ട്. അങ്ങനെ അവള് പറയില്ല. ചിലപ്പോ 1-2 ദിവസം നല്ല പണി ഓക്കെ അടിച്ചു പൊളിച്ചിട്ട് വാങ്ങാൻ പറയണം. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും അതെന്തോ വിളിക്കാതെന്നറിയോ, അവൾക്ക് അവിഹിതമാണ് എന്തൊക്കെയല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് സാരല്ല. എന്തായാലും അവരും നമുക്ക് ഒരാളുടെ പറയുന്നത്. കാരണം നിങ്ങളടക്കം വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. നിങ്ങളടക്കം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ എങ്ങനെയാണ് വെച്ചാൽ നമുക്ക് ഒരാളെ കുറ്റം പറയില്ല. വേറെ എന്താണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രശ്നം. അവിഹിതത്തിന്റെ മെയിൻ കാരണം നമ്മുടെ ഭാര്യമാരെ നമ്മൾ നന്നായിട്ട് കൂടെ നിന്ന് കെയർ ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതൊരു ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു പേരക്കുട്ടികളെയൊക്കെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇട്ടപ്പോഴും നമ്മൾ കമന്റ്സ് കണ്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇട്ടത്. ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് കമന്റ്സ് വന്നു, അതുകൊണ്ട് ഇട്ടതാണ്. പക്ഷെ അപ്പോഴേക്കും പഞ്ചമി അങ്ങനെയായിരിക്കില്ല. അതാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, പഞ്ചമിക്ക് ചേച്ചിന്റെ മക്കളോട് മാത്രം ഇഷ്ടം പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും അത് സാരല്ല. നിങ്ങൾ കണ്ടിട്ട് നമ്മള് വീഡിയോ ഇടുമ്പോ അവരെ പറയും, അത് പറയും. കാരണം അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാലോ കുഞ്ഞൂസിന് എന്താ പറയാ ആനൊക്കെ അമ്മ അവരൊക്കെ പറഞ്ഞല്ലേ പൊന്നു പോലെയാണോ കുഞ്ഞൂസിനെയൊക്കെ നോക്കുക. അവര് പറഞ്ഞു ജീവനാ കുഞ്ഞൂസ്. ഞാൻ എന്തെങ്കിലും ചിലപ്പോ കുഞ്ഞൂസിന് ചീത്ത എന്നെ ചീത്ത എന്റെ അമ്മ, ഞാൻ കുഞ്ഞൂസിന് ചീത്ത പറഞ്ഞാൽ എന്നെ കൊന്നു കളയും. നമ്മ അതിന് അത്രയും പൊന്നു പോലെ സ്നേഹിക്കുന്നതാണ് എന്റെ അച്ഛനും അമ്മയും കുഞ്ഞൂസിനെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ അതിന് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് ആൾക്കാർ അങ്ങനെ പറയുന്നില്ല, ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല. നമ്മൾ ഓരോരോ ഇത് കിട്ടും. നമുക്ക് കഥകൾ മാറി മാറി വരണം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് നോക്കും. അതിലേതാണോ അതനുസരിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ കുറെ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഒക്കെ നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ കമന്റ്സ് ഭർത്താവ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ആ ഒരു ത്രെഡ് ആക്കിയിട്ട് എടുത്തത്, അല്ലാതെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടതല്ല. അങ്ങനെയാണെങ്കിൽ 10,000-2000 സ്റ്റോറി ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലേ 2000. അപ്പൊ എല്ലാം നമ്മുടെ റിയൽ ലൈഫാണോ, അത്രയും നമ്മുടെ ലൈഫാണോ? അപ്പൊ ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയില്ല. എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് എല്ലാവരോടും സന്തോഷം പറഞ്ഞില്ല. കാരണം നെഗറ്റീവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ്. പക്ഷെ ഒന്നും അധികമൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് നല്ല കാര്യം തന്നെ. ഓരോരുത്തർക്ക് ഓരോ തോട്ട് ഉണ്ടാവില്ല, സാറില്ല. അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ആൻഡ് ഓക്കെ, വേറെ വിശേഷം ഇല്ലല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ. ഡാഡിക്ക്, ഇവളുടെ സന്ധ്യയുടെ ഡാഡിക്ക് ഒരുപാട് നന്ദി. കാരണം നല്ല ഭക്ഷണം ഉണ്ട്. ഒരു ഭയങ്കര എപ്പോഴും അത്ര തന്നാലും അവർക്ക് മതിയാവില്ല. അത് വീണ്ടും നമ്മളിപ്പോ എന്തെങ്കിലും അറിയാണ്ടില്ലേ ഒരു കഴിക്കുമ്പോ ഒരു വറ്റൽ മുളക് ഉണ്ടെങ്കിൽ പറഞ്ഞല്ലേ അത് സഞ്ചി പിടിച്ച് പറയും. പിന്നെ വറ്റൽ മുളകും ആയിട്ട് പിന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനും പേടി. എന്നാലും അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.